ഭക്ത സുമനസ്സുകൾക്ക് നമസ്കാരം. കളമെഴുത്തുമ്പാട്ട് കേരളത്തില് അമ്മ ആരാധനയില് ഏറ്റവും പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന അനുഷ്ഠാനമാണ് കളമെഴുത്തുമ്പാട്ട്. ഭദ്രകാളി പ്രീതിക്കായിട്ട് നമ്മുടെ കാവുകളിലും ക്ഷേത്രങ്ങളിലും ഗൃഹങ്ങളിലും കൊട്ടാരങ്ങളിലും എല്ലാം നടത്തി വരുന്ന അമ്മ ആരാധനയിലെ ഏറ്റവും പവിത്രമാകുന്ന ആചാരം കളമെഴുത്തുമ്പാട്ട്. നമുക്കറിയാം, അമ്മയുടെ ഉത്ഭവം തന്നെ ദാരിക നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. സാക്ഷാൽ മഹാദേവന്റെ കാളകൂട വിഷമാകുന്ന ശക്തിയിൽ നിന്ന് മഹാദേവന്റെ തൃക്കണ്ണിലൂടെ ഉത്ഭവിച്ച ഭഗവതിയാണ് കാളി. ആ കാളി ഉഗ്രസ്വരൂപിയായിരിക്കുന്ന അമ്മയ്ക്ക് ദേവന്മാരും പിതാവും എല്ലാവരും, ദേവിമാരും എല്ലാവരും നിരവധി ആയുധങ്ങൾ അമ്മയ്ക്ക് നൽകിയാണ്. ഏതു വിധേനയും ദാരികനെ നിഗ്രഹിക്കണം. അതാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ കൈകൾ ആരാധനയിൽ വരുവാനുള്ള കാരണം തന്നെ. എല്ലാ ആയുധങ്ങളും, വലത്തെ കൈകളിലെല്ലാം മൂർച്ചയുള്ള ആയുധങ്ങൾ വരുമ്പോൾ ഇടത്തെ കൈകളിലെല്ലാം സാധ്യമാവുന്ന ആയുധങ്ങൾ കൊണ്ട് ശുദ്ധമാണ് അമ്മയുടെ രൂപം എന്ന് പറയുന്നത്. അവിടെ ദാരിക നിഗ്രഹത്തിന് ശേഷം ഉഗ്രസ്വരൂപിണിയായി മാറിയ അമ്മയുടെ രൗദ്രം ലോകത്തിന് ആപത്താണെന്ന് കണ്ട് ദേവന്മാരെല്ലാവരും കൂടെ ഭയക്കുകയാണ്. അവരെല്ലാവരും കൂടി കൈലാസത്തിൽ ചെന്ന് മഹാദേവനോട് കാര്യമുണർത്തിക്കുകയും കൈലാസത്തിലേക്ക് ഏതു വിധേനയും അമ്മയെ കൊണ്ടുവന്നാൽ ആ രൗദ്രത്തെ നമുക്ക് ശമിപ്പിക്കാമെന്ന് അറിയുകയും ചെയ്യുകയാണ്. അങ്ങനെ ദേവന്മാരെല്ലാം നിരവധി കോലങ്ങൾ കെട്ടിയാടി അമ്മയെ കൈലാസത്തിലേക്ക് വഴികാട്ടുകയാണ്. കൈലാസത്തിൽ പ്രവേശിച്ച ഭഗവതിയോട് തന്റെ രൗദ്രഭാവത്തെ ഉപേക്ഷിക്കുവാൻ പിതാവായിരിക്കുന്ന മഹാദേവൻ കൽപ്പിക്കുകയും തന്റെ രൗദ്രഭാവം എന്താണ്, ഉഗ്രഭാവം എന്താണെന്ന് ആവശ്യപ്പെടുമ്പോൾ കുറുപ്പിനെ സൃഷ്ടിച്ച് പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് അമ്മയുടെ കളം എഴുതി കാണിക്കുകയാണ്. ആ കളത്തിൽ തന്റെ രൗദ്രഭാവം കണ്ട ഭഗവതി ആ കലിയെ കളത്തിൽ ഉപേക്ഷിച്ച് പ്രസന്നവതിയായി തീർന്നു. ഈ പ്രീതിക്കായിട്ടാണ്, അമ്മയുടെ ഈ പ്രീതിക്കായിട്ടാണ് കളമെഴുത്തുമ്പാട്ടും നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടത്തുന്നത്. ആ കുറുപ്പിനെ, കളം കുറിക്കുന്ന ആൾ കുറുപ്പായി മാറി. കുറുപ്പിനെ മഹാദേവൻ ഭൂമിയിലേക്ക് അയക്കുകയും ഈ ഭൂമിയിൽ എവിടെ കളം കുറിക്കുന്നുവോ അവിടെ കാളിയായ നിന്റെ സാന്നിധ്യം ഉണ്ടാവണമെന്നും, അങ്ങനെ ആ ദേശത്തെ വസൂരി പോലുള്ള ഉത്കൃഷ്ടാദി മഹാവ്യാധികളിൽ നിന്നും ഒഴിവാക്കി സർവസമ്പത്തും ഐശ്വര്യവും വിത്തോട വിളനിലങ്ങളും തഴച്ച് ഏറ്റവും ഐശ്വര്യപ്രധാനമായി ആ ദേശത്തെ മാറ്റുവാൻ അമ്മയെ മഹാദേവൻ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ആ കാളി സാന്നിധ്യം എല്ലാവരും ശ്രേഷ്ഠമായിട്ട് ആരാധിച്ചു ഭദ്രം വരുത്തുന്നവളായതുകൊണ്ട് അമ്മ ഭദ്രകാളി എന്ന് നമ്മളെല്ലാം വാഴ്ത്തി സ്തുതിക്കുന്നു.